Hi children, this is GB Sebastian and welcome to GB's classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. രണ്ടാമത്തെ ടോപ്പിക്കാണ് അതിലത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം സെക്കൻഡ് ടോപ്പിക്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ദിസ് ചാപ്റ്റർ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. അത് പാർട്ട് 1 വീഡിയോൻ്റെ പാർട്ട് 1 നോക്കി അത് കാണുക ആദ്യം. പിന്നെ അടുത്തത് ഫോട്ടോസിന്തസിസ്. ഇന്ന് നമ്മൾ ഫോട്ടോസിന്തസിസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതർ മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്, പിന്നെ സാപ്രോട്രോപ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൗ ന്യൂട്രിയൻസ് ആർ റീപ്ലെനിഷ്ഡ് ഇൻ ദ സോയിൽ. ഈ ടോപ്പിക്സുകളും വരുന്ന വീഡിയോകൾ നമ്മൾ കാണും. അപ്പോൾ ഇന്ന് നമുക്ക് ഫോട്ടോസിന്തസിസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഫോട്ടോസിന്തസിസ്, ഫുഡ് മേക്കിംഗ് പ്രോസസ്സ് ഇൻ പ്ലാന്റ്സ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സിൽ ഉള്ള ഒരു ഫുഡ് മേക്കിംഗ് പ്രോസസ്സ് ഇൻ പ്ലാന്റ്സ്. ലീവ്സ് എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ പ്ലൂറൽ ഫോമാണ്. അപ്പോൾ ലീവ്സ് ആർ ദ ഫുഡ് ഫാക്ടറീസ് ഓഫ് പ്ലാന്റ്സ്. നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു എവിടെയാണ് പ്ലാന്റിൻ്റെ എവിടെയാണ് ഈ ഭക്ഷണം പാചകം ചെയ്യുന്നത്. പ്ലാന്റിൽ എല്ലാ സ്ഥലത്തും ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ടോ അതോ ഏതെങ്കിലും പർട്ടിക്കുലർ പാർട്ടുണ്ടോ? അപ്പോൾ ഈ ലീവ്സാണ്, ഇലകളാണ് പ്ലാന്റ്സിൻ്റെ ഫുഡ് ഫാക്ടറികൾ അല്ലെങ്കിൽ കിച്ചൺ എന്ന് പറയാം. ദെർഫോർ ഓൾ ദ റോ മെറ്റീരിയൽസ് മസ്റ്റ് റീച്ച് ദ ലീഫ്. അതുകൊണ്ട് എല്ലാ റോ മെറ്റീരിയൽസും, ഭക്ഷണം പാചകം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ലീഫ് വരെ എത്തണം, ലീഫിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലീഫിലാണ് ഈ ഭക്ഷണം പാചകം ചെയ്യുന്നത്. വാട്ടർ ആൻഡ് മിനറൽസ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ ആർ അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് വഴിയാണ്, വേരുകൾ വഴിയാണ് ഈ മണ്ണിൽ നിന്നുള്ള വെള്ളവും പിന്നെ മിനറൽസും എല്ലാം വലിച്ചെടുക്കുന്നത്. അപ്പോൾ റൂട്ട്സ് അതിനെല്ലാം അബ്സോർബ് ചെയ്യും ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു ദ ലീവ്സ്. അത് കഴിഞ്ഞ് അതിനെ ഇലകളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും, കൊണ്ടുപോകും. കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ എയർ ഈസ് ടേക്കൺ ഇൻ ത്രൂ ടൈനി പോർസ് പ്രസൻറ്റ് ഓൺ ദ സർഫേസ് ഓഫ് ദ ലീവ്സ്. ലീഫിൻ്റെ സർഫേസിൽ ചെറിയ ചെറിയ പോർസ്, അല്ലെങ്കിൽ പോർ എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്സ്, ഓട്ടകളുണ്ട്. അതിനെ സ്റ്റൊമാറ്റ എന്ന് പറയും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ പോഴ്സിലൂടെ, ആ ഓട്ടകളിലൂടെയാണ് എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിൻ്റെ ഉള്ളിൽ കയറുന്നത്. ലീഫിൻ്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആ സ്റ്റൊമാറ്റോ വഴി, ആ ഓട്ടകൾ വഴി അതിന് കിട്ടുന്നു. അതുപോലെ തന്നെ വെള്ളവും മിനറൽസും എല്ലാം കാര്യങ്ങളും റൂട്ട് അബ്സോർബ് ചെയ്തിട്ട് ലീഫിലോട്ട് എത്തിക്കുന്നു. ദീസ് പോർസ് സറൗണ്ടഡ് ബൈ ഗാർഡ് സെൽസ്. ഗാർഡ് സെൽസ് എന്ന് പറയുന്നത് തുറക്കാനും അടയ്ക്കാൻ, അത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. അപ്പോൾ അതിനെ ആ ഓപ്പണിങ് ക്ലോസിനുള്ള സെൽസാണ് ഗാർഡ് സെൽസ്, തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഗേറ്റിൽ ഗാർഡ് വയ്ക്കും പോലെ, സെക്യൂരിറ്റി ഗാർഡുള്ള പോലെ തന്നെ ഈ സ്റ്റൊമാറ്റ ചെറിയ ചെറിയ ഓപ്പണിങ്ങിൽ അതിന് ഗാർഡ് ചെയ്യാനായിട്ടുള്ള സെൽസ് ഉണ്ട്. അതിനെയാണ് ഗാർഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സച്ച് പോർസ് ആർ കോൾഡ് സ്റ്റൊമാറ്റ, അല്ലെങ്കിൽ സ്റ്റോമ എന്നും പറയാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ സ്റ്റോമ. ഇത് ഇലകളിലുള്ള ചെറിയ ചെറിയ ഓട്ടകളാണ്. അതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇലകൾക്കുള്ളിൽ കയറും. പിന്നെ ഭൂജോ വോണ്ട്സ് ടു നോ ഹൗ വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ റൂട്ട്സ് റീച്ച് ദ ലീവ്സ്. അപ്പോൾ ഭൂജോൻ്റെ ഒരു സംശയം, എങ്ങനെയാണ് ഈ റൂട്ട്സ് വഴി, വേരുകൾ വഴി വലിച്ചെടുത്ത അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത ഈ വാട്ടറും പിന്നെ മിനറൽസും എല്ലാം ലീവ്സിലെത്തുന്നത്? എങ്ങനെയാണ് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്? ഇപ്പോൾ വാട്ടർ ആൻഡ് മിനറൽസ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ ലീവ്സ് ബൈ വെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബ് പോലെയുള്ള വെസൽസ് വിച്ച് റൺ ലൈക്ക് പൈപ്സ് ത്രൂ ഔട്ട് ദ റൂട്ട്, ത്രൂ ഔട്ട് ദ സ്റ്റെം, ത്രൂ ഔട്ട് ദ ബ്രാഞ്ചസ് ആൻഡ് ത്രൂ ടു ദ ലീവ്സ്. അപ്പോൾ സ്റ്റെമ്മിലൂടെയും റൂട്ടിൻ്റെ ഉള്ളിലും ചെറിയ പൈപ്പുകൾ പോലെ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്ലഡിനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കാനായിട്ട് പൈപ്പ് കണക്റ്റഡ് ആയിട്ടുള്ള പൈപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ഉള്ളിലും സസ്യങ്ങളുടെ ഉള്ളിലും ഇങ്ങനെയുള്ള പൈപ്പുകളുണ്ട്. ആ പൈപ്പിലൂടെയാണ് ഈ വാട്ടറും മിനറൽസും എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതിനെ പറയുന്നത് വെസൽസ് എന്ന് പറയും. നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലുള്ളത് ബ്ലഡ് വെസൽസ്, ഇതിൽ വെറും വെസൽസ്.
വിച്ച് റൺ ലൈക്ക് പൈപ്സ് ത്രൂ ഔട്ട് ദ റൂട്ടിലുണ്ട്, പിന്നെ സ്റ്റെമ്മിലുണ്ട്, അതിൻ്റെ തടികളിലുണ്ട്, ബ്രാഞ്ചസ് അതിൻ്റെ ശിഖരങ്ങളിലുണ്ട്, അതുപോലെ തന്നെ ലീവ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ അതിലൂടെയാണ് ഈ വാട്ടറും മിനറൽസും എല്ലാം ട്രാൻസ്പോർട്ട് ആവുന്നത്. They form a continuous path, a continuous passage for the nutrients to reach the leaf. അപ്പോൾ ഈ പൈപ്പുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ്, ഒരു പാസേജ് വേ ആണ്, അല്ലെങ്കിൽ ഒരു പാത്ത് വേ ആണ്, ഒരു വഴി. അതിലൂടെ ഈ വെള്ളവും ന്യൂട്രിയൻസും എല്ലാം പാസ്സാവും, ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ദേ ആർ കോൾഡ് വെസൽസ്. അതിനെ വെസൽസ് എന്നാണ് വിളിക്കുന്നത്. You will learn more about the transport of materials in plants in chapter 11. ചാപ്റ്റർ 11 നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ്, പ്ലാന്റ്സിലെ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസിനെ കുറിച്ച് ചാപ്റ്റർ 11 കൂടുതലായി പഠിക്കാം. അപ്പോൾ പഹലിക്കൊരു സംശയം, വാണ്ട്സ് ടു നോ വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് ലീവ്സ് ദാറ്റ് ദേ ക്യാൻ സിന്തസൈസ് ഫുഡ് ബട്ട് അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് കനോട്ട്. അപ്പോൾ എന്താണ് ഈ ലീവ്സിൽ, ഇലകൾക്ക് എന്താണ് ഇത്ര സവിശേഷത, എന്താണ് പ്രത്യേകത ഇലകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭക്ഷണം പാചകം ചെയ്യുന്നു പ്ലാന്റ്സ്, പക്ഷെ മറ്റുള്ള പാർട്സിലൊന്നും അത് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ഇലകൾക്ക് ഇത്ര പ്രാധാന്യം അല്ലെങ്കിൽ സവിശേഷത? ദ ലീവ്സ് ഹാവ് എ ഗ്രീൻ പിഗ്മെൻറ്റ് കോൾഡ് ക്ലോറോഫിൽ. ലീവ്സിലാണ് ഈ ക്ലോറോഫിൽ എന്ന ഒരു ഗ്രീൻ പിഗ്മെൻ്റ് ഉള്ളത്. പിഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിറം. അങ്ങനെ ഗ്രീൻ പിഗ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇലകൾ ഈ ക്ലോറോഫിൽ ഉള്ളതുകൊണ്ടാണ് പച്ച നിറത്തിലുള്ളത്. ദ ലീവ്സ് ഹാവ് എ ഗ്രീൻ പിഗ്മെൻറ്റ് കോൾഡ് ക്ലോറോഫിൽ. ആ പിഗ്മെൻറ്റിൻ്റെ പേര്, ഗ്രീൻ പിഗ്മെൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എന്നാണ്. ക്ലോറോഫിൽ ഇറ്റ് ഹെൽപ്സ് ലീവ്സ് ടു ക്യാപ്ചർ ദ എനർജി ഓഫ് ദ സൺലൈറ്റ്. ഈ ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് ക്ലോറോഫിൽ എന്ത് ചെയ്യും, സണ്ണിൽ നിന്നുള്ള സൺലൈറ്റിലെ എനർജി ക്യാപ്ചർ ചെയ്യും, പിടിച്ചെടുക്കും. And this energy is used to synthesize food from carbon dioxide and water. അപ്പോൾ ഈ എനർജി ഉപയോഗിച്ചാണ് ഈ എനർജിയും പിന്നെ എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ വാട്ടറും മിനറൽസും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ചാണ് ഈ ഇലകൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അതിനുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? എനർജി കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ്. സൺലൈറ്റിൽ നിന്ന് എങ്ങനെ എനർജി കിട്ടുന്നു? ഇലകളിലുള്ള ക്ലോറോഫിൽ ആ സൺലൈറ്റിലെ എനർജിയെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മിനറൽസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ലീവ്സ് ദേ സിന്തസൈസ് ഫുഡ്. സിന്തസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയർ ഫുഡ്. അവരങ്ങനെയാണ് ആ പ്ലാന്റ്സിൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സിൻസ് സിന്തസിസ് ഓഫ് ഫുഡ് ഒക്കേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, സൺലൈറ്റിൻ്റെ പ്രസൻസിലേ സൺലൈറ്റ് ഉണ്ടെങ്കിലേ ഈ ഫുഡിൻ്റെ സിന്തസിസ് നടക്കുകയുള്ളൂ, പ്രിപ്പറേഷൻ നടക്കുകയുള്ളൂ ലീവ്സിൽ. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. അതുകൊണ്ടാണ് ഇതിനെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്, സിന്തസിസ് എന്ന് പറഞ്ഞാൽ ടു കമ്പൈൻ, ടു മേക്ക്, ടു പ്രിപ്പയർ. അപ്പോൾ ഈ സൺലൈറ്റിൻ്റെ സഹായത്തോടെ ഈ ഇലകൾ ഭക്ഷണം പാചകം ചെയ്യുന്നു. അതിനെയാണ് പറയുന്നത് ഫോട്ടോസിന്തസിസ്. സിന്തസിസ് ഓഫ് ഫുഡ് ഒക്കേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. സോ വി ഫൈൻഡ് ദാറ്റ് ക്ലോറോഫിൽ അത്യാവശ്യമാണ്, സൺലൈറ്റ് അത്യാവശ്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് അത്യാവശ്യമാണ്, വാട്ടർ അത്യാവശ്യമാണ് ഫോർ നെസസറി ടു ക്യാരി ഔട്ട് പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ സിന്തസിസ് ഓഫ് ഫുഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, ക്ലോറോഫിൽ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇതിന് ഫോട്ടോസിന്തസിസ് നടക്കാൻ എന്തൊക്കെ ആവശ്യമാണ്? ക്ലോറോഫിൽ വേണം, സൺലൈറ്റ് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടറും വേണം. ആൻഡ് ആർ നെസസറി ടു ക്യാരി ഔട്ട് ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇറ്റ് ഈസ് എ യുണീക്ക് പ്രോസസ്സ്. ഒരു വളരെ പ്രത്യേകമായ പ്രോസസ്സാണ്, വളരെ യുണീക്കായിട്ടുള്ള പ്രോസസ്സാണ്, വളരെ വിചിത്രമായ പ്രോസസ്സാണ്, പ്രത്യേകതയുള്ള പ്രോസസ്സ്. യുണീക്ക് പ്രോസസ്സ് ഓൺ ദ എർത്ത്. ഈ ഭൂമിയിലെ ഒരു യുണീക്ക് പ്രോസസ്സാണ് ഈ ഫോട്ടോസിന്തസിസ്. സോളാർ എനർജി ഈസ് ക്യാപ്ചേർഡ് ബൈ ദ ലീവ്സ് സോളാർ എനർജിയെ ക്യാപ്ചർ ചെയ്യുന്നു, പിടിച്ചിരിക്കുന്നു. എങ്ങനെ? ക്ലോറോഫിലിൻ്റെ സഹായത്തോടെ. ആൻഡ് സ്റ്റോർഡ് ഇൻ ദ പ്ലാന്റ്സ് ഇൻ ദ ഫോം ഓഫ് ഫുഡ്. അതിൻ്റെ അത് ഫോട്ടോസിന്തസിസ് നടത്തി ആ ഫുഡ് പ്ലാന്റിൽ സ്റ്റോർ ചെയ്യുന്നു. ദാസ് സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഫോർ ഓൾ ലിവിങ് ഓർഗാനിസം. അപ്പോൾ സണ്ണൊരു അൾട്ടിമേറ്റ് എനർജി സോഴ്സാണ്. സണ്ണില്ലെങ്കിൽ സിന്തസിസ് ഉണ്ടാവില്ല, ഫുഡ് പ്രിപ്പയർ ചെയ്യില്ല, പ്ലാന്റ്സ് ഫുഡ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, പ്ലാന്റ്സ് ഇല്ലെങ്കിൽ അനിമൽസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും
ഒരു അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സണ്ണാണ്. ക്യാൻ യു ഇമാജിൻ ലൈഫ് ഓൺ എർത്ത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫോട്ടോസിന്തസിസ്? നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഫോട്ടോസിന്തസിസ് ഇല്ലെങ്കിൽ ലൈഫ് ഉണ്ടാവുമെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഇമാജിൻ ലൈഫ് ഓൺ എർത്ത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫോട്ടോസിന്തസിസ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് there would not be any food. ഒരു ഫുഡും കിട്ടില്ല, ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. The survival of almost all living organisms directly or indirectly depends upon the food made by the plants. അപ്പോൾ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന, സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലാണ് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് എല്ലാ അനിമൽസും എല്ലാ ലിവിങ് ഓർഗാനിസം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബിസൈഡ്സ് ഓക്സിജൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ഓർഗാനിസം ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസിലെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഓക്സിജനെ പുറന്തള്ളുന്നു, ഓക്സിജനെ അറ്റ്മോസ്ഫിയറിലേക്ക് വിടുന്നു. അപ്പോൾ ഓക്സിജൻ ഒരു പ്രൊഡക്റ്റാണ് അതിൻ്റെ. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു, ഓക്സിജനെ പുറത്തോട്ട് വിടുന്നു. അപ്പോൾ ആ ഓക്സിജൻ ആർക്ക്? നമുക്ക്, ഓർഗാനിസംസിന്, മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അത്യാവശ്യമാണ് ഓക്സിജൻ. ആ ഓക്സിജനും ഈ ഫോട്ടോസിന്തസിസ് നടന്നാലേ ഓക്സിജൻ ഉണ്ടാവുള്ളൂ. In the absence of photosynthesis, life would be impossible on earth. അപ്പോൾ ഫോട്ടോസിന്തസിസ് ഇല്ലെങ്കിൽ ഓക്സിജനും ഉണ്ടാവില്ല, ഫുഡും ഉണ്ടാവില്ല, ലൈഫും ഉണ്ടാവില്ല. ലൈഫ് വുഡ് ബി ഇമ്പോസിബിൾ. ലൈഫ് ഈ എർത്തിൽ, ഈ ഭൂമിയിൽ ലൈഫേ ഉണ്ടാവില്ല, അസംഭവമാണ്. ബിസൈഡ്സ് ലീവ്സ് അല്ലാണ്ട് ഫോട്ടോസിന്തസിസ് ഓൾസോ ടേക്സ് പ്ലേസ് ഇൻ അതർ ഗ്രീൻ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റ്സിലെ വേറെ ഗ്രീൻ പാർട്സ് ഉണ്ടെങ്കിൽ അവിടെ ക്ലോറോഫിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാം, ഫോട്ടോസിന്തസിസ് നടക്കാം. ഇൻ ഗ്രീൻ സ്റ്റെംസ് ആൻഡ് ഗ്രീൻ ബ്രാഞ്ചസ്. ഗ്രീൻ സ്റ്റെമ്മിൽ, പച്ചയായുള്ള അതിൻ്റെ സ്റ്റെമ്മിൽ അല്ലെങ്കിൽ ഗ്രീൻ ബ്രാഞ്ചസിലും ശാഖകളിലും ഇങ്ങനെ ഫോട്ടോസിന്തസിസ് നടക്കാം. ഡെസേർട്ട് പ്ലാന്റ്സിൽ എക്സാമ്പിൾ, ഡെസേർട്ട് പ്ലാന്റ്സ് ഹാവ് എ സ്കെയിൽ ഓർ എ സ്പൈൻ ലൈക്ക് ലീവ്സ് ടു റെഡ്യൂസ് ദ ലോസ് ഓഫ് വാട്ടർ ബൈ ട്രാൻസ്പിറേഷൻ. അപ്പോൾ ഡെസേർട്ടിലെല്ലാം ഇപ്പോൾ വലിയ പരന്ന അല്ലെങ്കിൽ വലിയ സൈസുള്ള ലീഫില്ല, അതായത് ഇലകളില്ല. ഇലകളുണ്ടെങ്കിൽ അതിൽ കൂടെ പിന്നെ വാട്ടർ ലോസ് ഉണ്ടാവും. അപ്പോൾ ഡെസേർട്ടിൽ വെള്ളം കുറവാണ്, അതുകൊണ്ട് വെള്ളത്തിനെ ഒരുപാട് അതിന് ലാഭിക്കണം. വെള്ളം അതിന് അധികം കിട്ടുന്നില്ല, അപ്പോൾ ലാഭിക്കണം. അതുകൊണ്ട് അതിൻ്റെ ഇലകളൊക്കെ വലിയ ഇലകളല്ല, കുഞ്ഞു സ്പൈൻ ലൈക്കാണ്, മുള്ളു പോലെയുള്ള ഇലകളാണ്. ഇപ്പോൾ കള്ളിമുള്ളി ചെടി, അപ്പോൾ കാക്ടസ്, അതിലെല്ലാം മുള്ളുകളാണ്. അതിൻ്റെ തണ്ട് പച്ചയായിരിക്കാം, ഇലകളിൽ മുള്ളു പോലുള്ള രൂപത്തിലാണ്. ദീസ് പ്ലാന്റ്സ് ഹാവ് ഗ്രീൻ സ്റ്റെംസ്. അതിൻ്റെ സ്റ്റെമ്മെല്ലാം ഗ്രീനാണ്. ആൻഡ് വിച്ച് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. ആ സ്റ്റെമ്മാണ്, ഗ്രീൻ സ്റ്റെംസാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. നോർമലായിട്ടുള്ള ഇതിൽ ലീവ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്റ്റെമ്മിലും ഗ്രീൻ സ്റ്റെമ്മുകളും ഗ്രീൻ ബ്രാഞ്ചസൊക്കെ ഫോട്ടോസിന്തസിസ് നടത്തും. ഡ്യൂറിങ് ഫോട്ടോസിന്തസിസിൽ എന്താ നടക്കുന്നത്? ക്ലോറോഫിൽ കണ്ടെയ്നിങ് സെൽസ് ഓഫ് ദ ലീവ്സ്. Chlorophyll containing cells of the leaves in the presence of sunlight. Chlorophyll in the presence of sunlight use carbon dioxide and water to synthesize carbohydrate. ഈ ഭക്ഷണം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്, സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് അതിലുണ്ടാവുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ വേണം, എന്നാലേ സൺലൈറ്റിൽ അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലോറോഫില്ലും സൺലൈറ്റിൻ്റെയും പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നു. അതിൻ്റെ ഫുഡാണ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ പ്രോസസ്സിനെ ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ നമുക്ക് എഴുതാം. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ പ്രൊഡ്യൂസസ് കാർബോഹൈഡ്രേറ്റ് പ്ലസ് ഓക്സിജൻ അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. കാർബോഹൈഡ്രേറ്റും ഓക്സിജനും, കാർബോഹൈഡ്രേറ്റാണ് ഫുഡ് അവിടെ, സ്റ്റാർച്ച് അല്ലെങ്കിൽ ഫുഡ്. അപ്പം കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊരു ലീഫിനെ കാണാം ഇവിടെ. ലീഫിൻ്റെ സർഫേസിൽ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്, അതിനെയാണ് സ്റ്റോമ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റയിൽ ഇതിനെ ഗാർഡ് ചെയ്തുകൊണ്ട് സെൽസ് ഉണ്ട്, അതിനെ ഗാർഡ് സെൽസ് എന്ന് പറയും. ഗാർഡ് സെൽസ് ഓപ്പണും ക്ലോസ് ആവും. ഈ ചെറിയ ഓട്ടയാണ് പറയുന്നത്, ഇതിൻ്റെ സെൻറ്ററിലുള്ള ചെറിയ ഓട്ടയാണ് സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്. അതിൽ കൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് സെക്ഷൻ ഓഫ് എ ലീഫിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ക്രോസ് സെക്ഷനിൽ ഒരുപാട് സെൽസ് ഉണ്ട് ഉള്ളിൽ. അതുപോലെ തന്നെ ആ സെൽസിൽ നമുക്ക് കാണാം ക്ലോറോഫിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്ലോറോഫിൽ പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ ചെറിയ ഇവിടെ ഓപ്പണിങ്സ് ഉണ്ട്. ഇവിടെ ഓപ്പണിങ്സ് കാണാൻ പറ്റും. ആ ഓപ്പണിങ്സിൻ്റെ 2 സൈഡിലുള്ള സെൽസാണ് ഗാർഡ് സെൽസ്. ഇത് ഈ ഓട്ടയിൽ കൂടെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിൽ കയറുന്നത്. ആ ഓപ്പണിങ്ങിനെയാണ് പറയുന്നത് സ്റ്റോമ അല്ലെങ്കിൽ സ്റ്റൊമാറ്റം. ഓക്കെ. അപ്പോൾ ഇതൊരു ഡയഗ്രമാണ്. ഡയഗ്രത്തിൽ ഫിഗറിൽ കാണിക്കുന്നത് ലൈറ്റ് എനർജി എന്താണ്? ലൈറ്റ് എനർജിയുടെ സോഴ്സ് സണ്ണാണ്. സണ്ണിൽ നിന്നുള്ള സൺലൈറ്റ് ആരുപയോഗിക്കും? ആ സൺലൈറ്റിനെ ഈ ഇലകളിൽ ക്ലോറോഫിൽ ഉണ്ട്. ഇലകളിലുള്ള ക്ലോറോഫിൽ ഈ സണ്ണിൽ നിന്നുള്ള സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിന് എനർജി കിട്ടും. ആ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് വാട്ടർ മിനറൽസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ മണ്ണിൽ നിന്ന് റൂട്ട്സ് വഴി അത് ഇലകളിലെത്തും, വെസൽസ് വഴി ഇലകളിലെത്തും. പിന്നെ ഇലകളിൽ പിന്നെ അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയുണ്ട്? എയറിലുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെയും എടുക്കും. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫില്, വാട്ടർ, മിനറൽസ്, പിന്നെ സൺലൈറ്റ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കും. ഫോട്ടോസിന്തസിസ് നടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം പാചകം ചെയ്യും. കാർബോഹൈഡ്രേറ്റ് അവിടെ സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഓക്സിജൻ ഉണ്ടാവും. ഓക്സിജൻ അത് എവിടേക്ക് വിടും? എയറിലോട്ട് വിടും. ആ എയറിലോട്ട് വിടുന്ന ഓക്സിജനാണ് നമുക്ക് ശ്വസിക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫിഗർ, ഈ ഫോട്ടോസിന്തസിസിനെ കുറിച്ചുള്ള ഫിഗർ. പിന്നെ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ദ ലീവ്സ് ഇൻഡിക്കേറ്റ് ദ ഒക്കറൻസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ലീവ്സിലുള്ള സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഫോട്ടോസിന്തസിസ് നടക്കുന്നുവെന്നാണ്. സ്റ്റാർച്ച് ഈസ് ഓൾസോ എ കാർബോഹൈഡ്രേറ്റ്. സ്റ്റാർച്ച് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ. പിന്നെ ഭൂജോ has observed some plants with deep red, violet or brown leaves. ചില പ്ലാന്റ്സിൽ അതിൻ്റെ ഡീപ്പ് റെഡ് കളറിലും പിന്നെ വയലറ്റ് കളറിലും പിന്നെ ബ്രൗണും ആയിട്ടുള്ള ലീഫുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ പച്ചയല്ല. അപ്പോൾ ഹി വാണ്ട്സ് ടു നോ വെദർ ദീസ് ലീവ്സ് ഓൾസോ ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. ഭൂജോയ്ക്ക് അറിയണം ഈ ലീവ്സിലും ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടാവുമോ. ഇങ്ങനെയുള്ളതിലും ക്ലോറോഫിലുള്ള ഗ്രീൻ പിഗ്മെൻ്റുള്ള ക്ലോറോഫിലുള്ള ലീവ്സിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. നമ്മൾ ഇത്ര നേരം പഠിച്ചു. അപ്പോൾ ഭോജോയ്ക്ക് ഒരു സംശയം, ഇങ്ങനെയുള്ള അതായത് ഈ കളർ അല്ലാണ്ട് വേറെ കളറിലും ഇലകൾ കണ്ടിട്ടുണ്ട് ഭോജോ. അപ്പോൾ അതിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടാവുമോ. അപ്പോൾ അങ്ങനെയൊരു സംശയം ഭോജോയ്ക്കുണ്ടായി. അപ്പോൾ ഈ സംശയത്തിനെ നമുക്ക് ക്ലിയർ ചെയ്യാം അടുത്ത ക്ലാസ്സുകളിൽ. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അവരും കൂടി കണ്ടോട്ടെ. ഓക്കെ.